ഷെയ്ഖ് ഹസീന രാജിവെച്ചിട്ടും ബംഗ്ലാദേശിൽ കലാപമൊന്നും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഹിന്ദുക്കൾക്ക് നേരെ തന്നെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ മറവിലാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇപ്പോൾ ആക്രമണങ്ങൾ നടക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചെങ്കിലും ബംഗ്ലാദേശിലെ കലാപങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ്. രാജ്യ തലസ്ഥാനമായ ധാക്കയിലും ബംഗ്ലാദേശിലെ രണ്ടാമത്തെ വലിയ നഗരമായ ചിറ്റാഗോഗിലും പ്രതിഷേധക്കാർ ഇരച്ചുകയറി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ലക്ഷക്കണക്കിന് കലാകാരികൾ അണിനിരന്ന റാലിയിലേക്കാണ് ധാക്ക നഗരം ഇക്കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ബംഗ്ലാദേശിലെ 52 ജില്ലകളിലായി 205 ഇടങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രതിഷേധത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളുമൊക്കെ അടിച്ചു തകർത്ത പ്രതിഷേധക്കാർ അവാമി ലീഗ് പാർട്ടി നേതാവിന്റെ വീട് വരെ അഗ്നിക്കിരയാക്കി. ഇടക്കാല സർക്കാരൊക്കെ അധികാരമേറ്റിട്ടും ബംഗ്ലാദേശിൽ കലാപങ്ങളൊക്കെ ഇപ്പോഴും കെട്ടടങ്ങാത്ത സ്ഥിതിയിലേക്ക് തന്നെയാണുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ അപലപിച്ച് ഇടക്കാല സർക്കാരിന്റെ നേതാവായ പ്രൊഫസർ മുഹമ്മദ് യൂനിസും രംഗത്തെത്തിയിരുന്നു. ഹിന്ദുക്കളും ന്യൂനപക്ഷ വിഭാഗങ്ങളും ബംഗ്ലാദേശിലെ ജനങ്ങളാണെന്നും അവരെ ഉപദ്രവിക്കരുതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒരു രാജ്യത്തെ രക്ഷിച്ച നിങ്ങൾക്ക് ഏതാനും കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ലയോ എന്നായിരുന്നു അദ്ദേഹം പ്രതിഷേധക്കാരോട് ചോദിച്ചത്. ന്യൂനപക്ഷ വിഭാഗക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് യൂനിസ് പറഞ്ഞത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണങ്ങളിൽ അപലപിച്ചുകൊണ്ട് ഇടക്കാല സർക്കാർ രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്ന് പലായനം ചെയ്തതിന് പിന്നാലെ തന്റെ കുടുംബം ആൾക്കൂട്ട ആക്രമണത്തിനിരയായെന്നും തന്റെ അമ്മാവന്റെ കട പ്രക്ഷോഭകർ നശിപ്പിച്ചെന്നുമാണ് യുവ പ്രൊഫഷണലായ തനുശ്രീ ഷാഖ പറയുന്നത്. ഇതോടെ ഹിന്ദുക്കളായ തന്റെ സുഹൃത്തുക്കളെല്ലാം പേടിച്ചു കഴിയുകയാണ് ബംഗ്ലാദേശിൽ. ഒട്ടേറെ ഹിന്ദുക്കൾ അയൽ രാജ്യങ്ങളിലെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെന്ന് വരെ പറയുകയാണ്. ഇടക്കാല സർക്കാർ തങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ധാക്ക സർവകലാശാലയിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ റാലി നടത്തി. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഹിന്ദുക്കൾക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ വീണതോടെ ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണമുണ്ടായി. ജൂലൈ പാതിയോടെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ 200-ലേറെ ആക്രമണങ്ങൾ ബംഗ്ലാദേശിലുണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. 17 കോടി വരുന്ന ബംഗ്ലാദേശ് ജനസംഖ്യയുടെ 8% ഹിന്ദുക്കളാണ്. അവരാണ് രാജ്യത്തെ ഏറ്റവും വലിയ മതന്യൂനപക്ഷവും. അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ആവശ്യപ്പെട്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് തന്നെയാണ് നിലവിൽ കേന്ദ്രം ആവശ്യപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തെ തുടർന്ന് മതമൗലികവാദികൾ ന്യൂനപക്ഷ സമുദായത്തെ വേട്ടയാടുകയാണ്. ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ നശിച്ചു. അവാമി ലീഗ് പാർട്ടിയുമായി ബന്ധമുള്ള 2 ഹിന്ദു നേതാക്കളെങ്കിലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അക്രമം കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ ഇന്ത്യൻ സർക്കാരും അടിയന്തരമായി ഇടപെടണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഹിന്ദു സംഘടന സനാതൻ സേവ് സംഘ് പ്രവർത്തകർ യുപിയിലെ സംഭാലിൽ മാർച്ച് നടത്തി. അക്രമം നടത്തുന്നവർക്കെതിരെ പ്രധാനമന്ത്രി സർജിക്കൽ സ്ട്രൈക്ക് നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.